യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ മീഡിയ വണിന്. തൃശൂർ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് VS-നെ കുന്നംകുളം പോലീസ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പോലീസ് പൂഴ്ത്തിവെച്ച 2023 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പുറത്തുവിട്ടത്. മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ വകുപ്പുതല നടപടി സ്വീകരിച്ചതാണെന്നും കോടതിയിൽ ക്രിമിനൽ നടപടിക്രമങ്ങൾ തുടരുകയാണെന്നും DIG ഹരിശങ്കർ പ്രതികരിച്ചു. ആ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിനെ സംബന്ധിച്ച് എൻക്വയറി നടന്നിട്ടുണ്ട്. ആ എൻക്വയറി നടന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് രേഖകളിൽ കാണുന്നത്. ആ കോടതിയിൽ ഒരു MC ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ക്രിമിനലായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ക്രിമിനൽ നടപടി ഓൾറെഡി പെൻഡിംഗ് ആണ്. ഇനി ആ ക്രിമിനൽ നടപടിയിൽ കൂടുതൽ എന്തായെങ്കിലും കോടതിയുടെ പരാമർശവും കോടതിയുടെ നടപടിക്രമങ്ങളും കൂടെ പരിശോധിച്ചിട്ട് ഇതിൽ മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങൾ ആ ഘട്ടത്തിൽ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ പരിശോധിക്കും. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ, സുജിത്തിനെ സംബന്ധിച്ച് വലിയ നിയമ പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നു ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ. എന്തായാലും 2023 നടന്ന സംഭവമാണ്. ഇപ്പോൾ അതിന്റെ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുജിത്തിന് എത്രത്തോളം ക്രൂരമായ മർദ്ദനമാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നേരിടേണ്ടി വന്നത് എന്ന്. ഇതിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇതിൽ എന്ത് നടപടിയെടുക്കുമെന്നാണ് DIG പ്രതികരിക്കുന്നത്? സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. പോലീസ് സ്റ്റേഷനിൽ ഒരു യുവാവിനെ വ്യാജ FIR ചുമത്തി കസ്റ്റഡിയിലെടുക്കുക, പോലീസ് സ്റ്റേഷനിൽ അതിക്രൂരമായി മർദ്ദനം നടക്കുക. സമീപകാലത്തൊക്കെ പല ആരോപണങ്ങളും പോലീസിനെതിരെ വരുമ്പോഴൊക്കെ തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളപ്പെടുമ്പോഴും സ്റ്റേഷനിലകത്തെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ രാവിലെ പുറത്തുവിട്ടത്. സമീപകാലത്തൊന്നും തന്നെ ഒരു പോലീസ് സ്റ്റേഷനകത്തെ CCTV ദൃശ്യങ്ങൾ ഇത്ര വ്യക്തമായി പുറത്തു വന്നിട്ടില്ല. വളരെ ദീർഘസമയമെടുത്ത് വലിയ രീതിയിൽ ആ യുവാവിനെതിരെ പോലീസ് പരാക്രമം കാണിക്കുന്ന ദൃശ്യങ്ങളാണ് രാവിലെ മീഡിയ വൺ പുറത്തുവിട്ടത്. 2023 വഴിയോർത്ത് നിന്നിരുന്ന തന്റെ സുഹൃത്തുക്കളെ പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ ആ വിഷയത്തിലാണ് സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇടപെട്ടത്. അതിനാണ് കള്ള കേസുണ്ടാക്കി പോലീസ് സുജിത്തിനെ കുടുക്കാൻ ശ്രമിച്ചത്. സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വലിയ മർദ്ദനത്തിനും ഇരയാക്കി. ഇതാണോ കേരള പോലീസിന്റെ സംസ്കാരം എന്ന് ഓരോരുത്തരും ചോദിച്ചു പോകുന്ന തരത്തിൽ തല കുനിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഈ ദൃശ്യങ്ങൾ കേരള പോലീസിനെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. ഈ കാര്യത്തിന് നേതൃത്വം നൽകിയ SI നുഹ്മാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും സർവീസിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് യൂത്ത് കോൺഗ്രസ് ഒരുങ്ങിയിട്ടുള്ളത്. ഞാനിപ്പോഴുള്ളത് കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. എന്നോടൊപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ഇവർ അല്പസമയത്തിനകം പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ ഒരു പ്രതിഷേധ മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ്. എന്താണ് ഇത്രയധികം വലിയ പ്രതിഷേധത്തിലേക്ക് നിങ്ങൾ നീങ്ങാൻ കാരണം? എന്താണ് പറയാനുള്ളത്? മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ഞെട്ടിക്കുന്ന ദൃശ്യമാണ് ഇന്ന് കാലത്ത് പുറത്തു വന്നത്. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് ലോക്കപ്പ് മർദ്ദനം എന്ന് മാത്രം വാക്ക് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ലോക്കപ്പിനകത്ത് ഒരു യുവജന പ്രസ്ഥാനം പ്രവർത്തിക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്ന, അതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് SI അടക്കമുള്ള മറ്റ് പോലീസുകാരടക്കമുള്ള ആളുകൾ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കഴിഞ്ഞ 3 വർഷക്കാലഘട്ടമായിട്ട് യൂത്ത് കോൺഗ്രസ് ഈ നാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാരും ഇതിനെതിരെ അതിശക്തമായ നിയമ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടികൾ എടുക്കുവാനായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ സർക്കാരോ തയ്യാറായിട്ടില്ല. കേവലം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്നും അവരെ മറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി എന്നുള്ളതല്ലാതെ ഡിപ്പാർട്ട്മെൻറ്റ് തരത്തിലുള്ള സസ്പെൻഷനോ മറ്റു നടപടികൾ എടുക്കാനായിട്ട് ഇവർ തയ്യാറായിട്ടില്ല. ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന, അതിന് മുൻകൈയെടുത്ത എല്ലാ പോലീസുകാരെയും സർവീസിൽ നിന്നും മാറ്റി നിർത്തുവാനുള്ള നടപടിയെ മുന്നോട്ട് പോകണം. അതിൽ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഇന്ന് പ്രതിഷേധ സമരവുമായി, പ്രതിഷേധ മാർച്ചുമായി കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് കടന്നു വരുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സുജിത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി തന്നെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം അന്നുണ്ടായിരുന്നു. സുജിത്ത് കുറ്റക്കാരനാണോ എന്ന കാര്യത്തിൽ അന്ന് തന്നെ കോടതിക്ക് സംശയമുണ്ടായിരുന്നു. പിന്നീട് കോടതിയാണ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് വൈദ്യപരിശോധന നടത്തണം എന്ന തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയത്. ആ വൈദ്യപരിശോധനയിലാണ് സുജിത്തിന്റെ കാതിന് തകരാറുണ്ടായതായി കണ്ടെത്തിയത്. പിന്നീട് ഈ കേസിന്റെ വിചാരണ പിന്നീട് നടന്ന വേളയിൽ
കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചതും കുന്നംകുളം കോടതിയാണ്. അതിനെ തുടർന്ന് ഇപ്പോൾ കേസ് നടക്കുകയാണ്. കുന്നംകുളം കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ കേസ് നടക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് കോടതിക്ക് കാര്യങ്ങൾ തുടക്കം മുതലേ ബോധ്യപ്പെട്ടിരുന്നു എന്ന് വേണം കരുതാൻ, അല്ലേ? തീർച്ചയായും. ഇത് സംബന്ധിച്ചിടത്തോളം പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ സുജിത്ത് മദ്യപിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്നും പോലീസ് കള്ള എഫ്ഐആർ ആയിട്ടെന്നും കോടതിക്ക് ആ സമയത്ത് തന്നെ ബോധ്യപ്പെട്ടു. ഞങ്ങളുടെ അഭിഭാഷകൻ കൃത്യമായി ഇത് കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചു. ഈ പോലീസിന്റെ എഫ്ഐആറിനെ നിരുപാധികം തള്ളിക്കൊണ്ടാണ് ആ സമയത്ത് തന്നെ കോടതി ജാമ്യം അനുവദിച്ചത്. പിന്നീട് കോടതി നേരിട്ടിട്ട് സുജിത്തിനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പരിശോധനയ്ക്ക് അയക്കാനുണ്ടായത്. അതിനുശേഷം സുജിത്ത് തന്റെ അസുഖം മാറാത്തത് മൂലം വീണ്ടും ഇവിടെ കുന്നംകുളം മലങ്കര ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. തന്റെ കേടുപാടുകളൊക്കെ തന്നെ കോടതി ബോധ്യപ്പെടുത്താൻ സുജിത്തിന് സാധിച്ചു. ഇതുമൂലം കോടതി നിരീക്ഷണത്തിൽ കേസെടുത്തോടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിപ്പോൾ വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിലെ നടപടികൾ ഇപ്പോൾ തുടരുകയാണ്. അല്പസമയത്തിനകം സുജിത്തിനെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുജിത്ത് ഇപ്പോൾ മറ്റൊരു മാധ്യമവുമായി സംസാരിക്കുകയാണെന്ന് കരുതുന്നു. ദിവ്യ, ഒരു നിമിഷം ക്ഷമിക്കുമെങ്കിൽ സുജിത്തിനോട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ നമുക്കിപ്പോൾ തന്നെ സുജിത്തിനോട് സംസാരിക്കാൻ കഴിയുമെന്നാണ് ശ്രമിക്കുന്നത്. പ്രധാനമായും ഇതിലൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ തെറ്റ് ചെയ്യാത്ത ഒരാളെ പോലീസ് കള്ളക്കേസുണ്ടാക്കി കുടുക്കി ജയിലിൽ കൊണ്ടുപോയി അവിടെ വെച്ച് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ സംപ്രേഷണം ചെയ്ത്. അല്പസമയത്തേക്ക് നമുക്ക് സുജിത്തോട്ട് വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുജിത്ത് ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ഒരു കേസിന്റെ ഒരു ആവശ്യവുമായി തന്നെ ആയിരുന്നോ? ഇന്ന് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുകയാണ്. സുജിത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. അദ്ദേഹം ഈ മാർച്ചിൽ പങ്കെടുക്കാനും തന്റെ ഒപ്പം നിൽക്കുന്ന സഹപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുമാണ് ഇവിടെ എത്തിയത്. അദ്ദേഹം ഒരു മാധ്യമമായിട്ടുള്ളൊരു ഇന്റർവ്യൂവിലാണ്. ഒരു നിമിഷം സുജിത്ത്, ഒരു നിമിഷം. മീഡിയ വൺ നിന്നാണ്. ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എത്രത്തോളം നടുക്കുന്നൊരു ഓർമ്മയാണ് മർദ്ദനം താങ്കളെ സംബന്ധിച്ചോളം? നമ്മൾ ഉണ്ടാകുന്നത് 2023 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് സംഭവം ഉണ്ടാവുന്നത്. നമ്മുടെ നാട്ടിലൊരു ചെറിയൊരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടൊരു ഫോട്ടോസും വീഡിയോസൊക്കെ കുട്ടികൾ കാണുന്ന സമയത്ത് പോലീസ് അതിൽ പാസ് ചെയ്യുമ്പോൾ ചോദ്യം കാരണം അവനായിട്ട് തർക്കം ഉണ്ടാവും. എന്നെ വിളിച്ചു ഞാൻ അവിടേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസും ഞാനും തമ്മിൽ തർക്കം സ്റ്റാർട്ട് ചെയ്യണത്. എന്നിട്ട് നേരെ നീ ആരുടെ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കോളർ കയറി പിടിച്ചിട്ട് നേരെ ജീപ്പിൽ കയറ്റിയിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാണ് ചെയ്തത്. എത്രത്തോളം എന്തൊക്കെയായിരുന്നു അന്ന് അവിടെ നടന്നത്, അത് ഓർത്തെടുക്കാൻ കഴിയുമോ? സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് എത്താനായിട്ടൊരു 20 മിനിറ്റ് മുന്നേ ആയിട്ട് സജീവൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, ശശിധരൻ എന്നുള്ള സാറ്. ആളാണ് എന്നെ ജീപ്പിൻ്റെ ബാക്ക് ഡോർ തുറന്നിട്ട് എന്നെ കോളർ പിടിച്ചിട്ട് നേരെ തലയ്ക്ക് അടിച്ചത്. അതിന് ശേഷം നേരെ സ്റ്റേഷനിലേക്ക് കൊടുന്നു. പിന്നെ അവിടെ വെച്ചിട്ട് എല്ലാവരും കൂട്ടി നല്ല രീതിയിൽ മർദ്ദിക്കാൻ. ഞാൻ കുട്ടികളായിട്ട് ഒരു പോലീസ് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തിനാണ് കയറി സംസാരിക്കണമെന്ന് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞത് നീ ആരോ ചോദിക്കാമെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്, പോലെ തന്നെ ക്ലബിൻ്റെ പ്രസിഡന്റ് കൂട്ടിയാണ്, എനിക്കത് ചോദിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അത് കാരണമാണ്. പിന്നെ ആൾ ഈ നേതാവ് കളിക്കണ്ട, എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് തർക്കിച്ചിട്ടാണ് എന്നെ വിളിച്ചിട്ട് പേരായിട്ട് സ്റ്റേഷനിലേക്ക് കൊടുക്കുന്നത്. ആദ്യത്തെക്കാളും മാറ്റമുണ്ട്, പൂർണ്ണമായിട്ട് വ്യക്തമല്ല, പ്രശ്നമുണ്ട് ചെറുതായിട്ട്. അതെ 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 അതെ. എന്താണ് സംഭവിച്ചത്? CCTV കാണുന്നേക്കാൾ കൂടുതൽ എന്നെ സ്റ്റേഷന്റെ മേലെ കൊണ്ടുപോയിട്ടാണ് എന്നെ കൂടുതൽ നേരം മർദ്ദിച്ചിട്ടുള്ളത്. അത് ഇതിലിപ്പോൾ പറയുന്ന ശശിധരൻ അതുപോലെ ഷുഹൈർ എന്നുള്ള ഡ്രൈവർ, ഇവര് രണ്ടുപേരും ഈ വീഡിയോയിൽ നമ്മൾ തല്ലണമായിട്ട് കാണുന്നില്ല. പക്ഷെ മേലെ അവർ വന്നിട്ട് അവരും കൂടിയിട്ടാണ് തല്ലിയിട്ടുള്ളത്. അതെ. ഈ വീഡിയോ വിട്ട് കിട്ടാൻ താങ്കൾ നടത്തിയൊരു പോരാട്ടമുണ്ടല്ലോ, ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞു. എന്തെല്ലാം പ്രതിസന്ധികളാണ് അതിലേക്ക് നേരിട്ടത്? ആദ്യമേ തന്നെ നമുക്ക് തരില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു ഇവിടുത്തെ CI ഉൾപ്പെടെയുള്ള ഷാജഹാൻ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് സമീപിച്ചിട്ടുണ്ടായിരുന്നത്. തരില്ല എന്നുള്ളൊരു മനോഭാവം തന്നെയായിരുന്നു ഓരോ തവണ ചെല്ലുമ്പോൾ. നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ വിവരാവകാശ കമ്മീഷനായിട്ട് അങ്ങനെ പരാതിച്ച് അങ്ങനെ ആയിട്ട് ഒരു തരത്തിലുള്ള സഹകരണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല വലിയൊരു ശത്രുതാ മനോഭാവം താങ്കളോട് പോലീസ് വെച്ച് പുലർത്തിയിരുന്നു. ഇതിന്റെ ശേഷം ഈ കേസ് നടന്നതിന് ശേഷം എന്നെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അതുപോലെ വീട്ടിലേക്ക് തുടർച്ചയായിട്ട് വരിക, അങ്ങനെ ഫോട്ടോ എടുക്കുക, വരിക, വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മൾ പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ആളൊന്നല്ല. ക്ഷേത്രത്തിലെ ശാന്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണോ? അതെ അതെ. ഞാനൊരു കുന്നോളത്ത് പഴഞ്ഞി മുതിരമർമ്മത്ത് ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്, മുതിരമർമ്മത്ത് കുടുംബക്ഷേത്രം. അപ്പോൾ നമ്മൾ പറയണമെന്ന് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ ഒട്ടും തയ്യാറല്ല. അവർ നമ്മളതിനെ ഒരു എന്തോ അവരുടേതായിട്ടൊരു കൺസെപ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എത്രത്തോളം ചാരിതാർത്ഥ്യമുണ്ട് ഇതൊരു സത്യാവസ്ഥ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിയപ്പോൾ?
സത്യം അത് വലിയൊരു വിജയമായിട്ട് നമ്മൾ കണക്കൂട്ടുന്നു. അതെ 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 പോരാട്ടം കഴിഞ്ഞിട്ടില്ല. പോരാട്ടം അവരെ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് സർവീസിൽ ഇപ്പോൾ 4 പേരുണ്ട്. ആ സർവീസിൽ നമ്മൾ അവരെ തുടരാൻ നമ്മൾ ഒരു കാരണം വെച്ചാൽ നമ്മൾ അനുവദിക്കില്ല. എന്തായാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോരാടും. അതായത് അവർ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം, അതുവരെയുള്ള നിയമ പോരാട്ടം തുടരുന്നതാണോ? തുടരും അതന്നെ. അതായത് ഈ പോലീസ് സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിൽ വെച്ച് താങ്കളെ മർദ്ദിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്. അതൊന്നും തന്നെ ഈ CCTV പതിഞ്ഞിട്ടില്ല. അതായത് കണ്ടതിൽ കൂടുതൽ മർദ്ദനം താങ്കൾ കേട്ടിട്ടുണ്ട് വന്നിട്ടുള്ളൂ. മേലെ ഓൾറെഡി CCTV ക്യാമറ ഇല്ല കണക്ഷന്. ചൂരയിൽ കൊണ്ടുപോയി ഈ താഴത്തെ വിഷ്വലില് പോലീസുകാരെ ചൂരയിൽ കൊണ്ടുപോയി മുകളിലേക്ക് കയറുന്നതുണ്ട്, സുജിത്തിന്റെ പുറകെ പോകുന്നത്. അതുകൊണ്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മുകളിൽ ഭാഗങ്ങളിൽ അടിയന്തരമായി ക്യാമറ വെക്കണമെന്നും കൂടി ഞങ്ങൾ ആവശ്യം. ഞങ്ങൾക്കുണ്ടായ ദുരനുഭവം വേറെ ആൾക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. എന്തായാലും സുജിത്താണ് അല്പസമയം മുമ്പ് വരെ നമ്മളോട് സംസാരിച്ചത്. തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ സുജിത്ത് തന്നെ വിവരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അതായത് കണ്ടതിനേക്കാൾ ഭീകരമാണ് കാണാത്ത കാര്യങ്ങൾ എന്ന് സുജിത്ത് പറയുന്നുണ്ട്. എനിക്ക് പിറകിൽ കാണുന്ന ഈ പോലീസ് സ്റ്റേഷനിൽ വിവിധ മുറികളിൽ വെച്ച് വലിയൊരു മർദ്ദനമാണ് യുവാവിനേറ്റത്. താനൊരു ക്ഷേത്രത്തിലെ ശാന്തിയാണെന്നും റൗഡി ലിസ്റ്റിലോ മറ്റോ ഉൾപ്പെടേണ്ട ആളെന്നും തന്നെ വേട്ടയാടുകയായിരുന്നു പോലീസ് എന്നും പറയുന്നുണ്ട്. ഏതാണ്ട് അത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ രാവിലെ മുതൽ തന്നെ നമ്മൾ പുറത്തുവിടുന്നുമുണ്ട്. ദിവ്യ, ശരി. നടരാജ പരശുറാമാണ് വിവരങ്ങൾ നൽകിയത്.